മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നു. ഇന്നേ വരെ ഉണ്ടാവാത്ത കാര്യമാണ്. ഏത് LP UP സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ MDMA അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു. എവിടെ കൈനീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു. വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല. ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട്. കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു, പിടിക്കുന്നു, അങ്ങനെയാണ് ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. താമരശ്ശേരിയിൽ ഒരു ചെറിയ കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു കേരള പോലീസ്. എവിടെ നിന്നാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത്? ആരാണിത് ട്രാഫിക് ചെയ്യുന്നത്? ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടെ നിന്നാണ് മുളപൊട്ടി വരുന്നത്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ഏത് മാളത്തിലാണ് പിണറായി വിജയൻ്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത്? ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൈമലർത്തുകയാണ് മുഖ്യമന്ത്രി. ഇന്നലെ പറയുന്നത് കേട്ടു, പഠന വിധേയമാക്കണം. 9 കൊല്ലമായില്ലേ പഠിക്കുന്നത്? ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, രാജ്യദ്രോഹ ശക്തികൾ കേരളത്തിൽ പത്തി വിടർത്തി ആടുകയാണ്. ഇതിനെല്ലാം സർക്കാരിൻ്റെ ഒത്താശയുണ്ട്.